വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, അബ്ദുറഹിമാന്റെ മോചനത്തിനായി ഒരു നാട് തന്നെ കൈകോർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? വൃന്ദ, യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതായത് അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മലയാളി യുവാവിന്റെ മോചനത്തിനായി മലയാളികൾ ഒന്നടങ്കം ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് കൈകോർത്ത ഒരു കാഴ്ച. അത് ലക്ഷ്യം കാണാൻ കേവലം 3 ദിവസം ബാക്കി നിൽക്കെ 34 കോടി എന്ന് പറയുന്ന അസാധ്യമെന്ന് നേരത്തെ കരുതിയിരുന്ന കണക്കിത മലയാളി സാധ്യമാക്കിയിരിക്കുന്നു. 34,45,46,000 രൂപ 1 മണിക്കൂർ മുൻപ് ബാങ്ക് അക്കൗണ്ടിലൂടെയും നേരിട്ടുമായി സമാഹരിച്ചുകൊണ്ട് ആ ഒരു തുക മലയാളി ഇതാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഇവിടെ മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. കേരള സ്റ്റോറി എന്ന പേരിൽ കേരളത്തെ അപമാനിച്ചവർക്ക് മാനവികത കൊണ്ട് മലയാളികൾ മറുപടി നൽകിയ ഒരു കാഴ്ച ഇതാ ഇവിടെ കാണുകയാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയുടെ ഒരു മോചനത്തിന് വേണ്ടി എല്ലാ മനുഷ്യരും ഞങ്ങൾ ഏകോദര സഹോദരന്മാരാണ് എന്ന് പറഞ്ഞതുപോലെ പലതുള്ളി പെരുവെള്ളം തന്നാൽ കഴിയുന്ന വിധം പിഞ്ചു കുട്ടികൾ പെരുന്നാളിനും വിഷുവിനുമൊക്കെ നേരത്തെ കിട്ടിയ കൈനീട്ടമെല്ലാം തന്നെ ഉള്ള 100 രൂപയും 200 രൂപയും സമാഹരിച്ചുകൊണ്ട് ആ തുക പോലും അബ്ദുറഹീമിന്റെ മോചനത്തിനായി, അബ്ദുറഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീർ 2 ആഴ്ച മുൻപ് ഈ നിയമസഹായ സമിതിയുടെ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അവരുടെ ദുരിതം അറിഞ്ഞ് പിന്നീട് അത് കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ ആ ഉമ്മയുടെ കണ്ണുനീർ കണ്ട് ലോക മലയാളികൾ അതോടൊപ്പം നിന്നു. എടുത്തു പറയേണ്ട ഒരു പേര് ബോബി ചെമ്മണ്ണൂർ എന്നുള്ളതാണ്. അത് കൃത്യമായി പറയണം. കാരണം അദ്ദേഹം ഇതിനു വേണ്ടി ആദ്യം 1 കോടി രൂപ സഹായ വാഗ്ദാനം ചെയ്യുന്നു. പിന്നീട് മറ്റു 33 കോടി രൂപയ്ക്കായി യാചക സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തുന്നു. അദ്ദേഹം തെരുവിലിറങ്ങുന്നു. ഒപ്പം തന്നെ ഒരു പൊതുസമൂഹമാകെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിന്റെ കമ്മിറ്റി പരിശോധിക്കുകയാണെങ്കിൽ ചെയർമാന്റെ പേര് സുരേഷാണ്. ഇതിന്റെ ഭാരവാഹികളുടെ പേര് ഒന്ന് സുരേഷാണ്, വേറൊന്ന് ആലിക്കോയ മാസ്റ്ററാണ്, മറ്റൊന്ന് ഗിരീഷാണ്, മറ്റൊന്ന് ഇപ്പോൾ കൃത്യമായി കണക്കുകൾ പറഞ്ഞ PMA സമീർ അടക്കമുള്ളവർ. അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഏറ്റവും ആദ്യം ഇതിലേക്ക് ഇതിലേക്ക് നിയമസഹായത്തിനുള്ള തുക 1 കോടി രൂപ വാഗ്ദാനം ചെയ്ത ബോബി ചെമ്മണ്ണൂർ 5:45 ഇന്ന് വൈകുന്നേരം 5:45 പാണക്കാടെത്തി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ആ തുക കൈമാറുന്നു എന്നുള്ളതാണ് മറ്റൊരു സന്തോഷ വാർത്ത. ഇപ്പോൾ 1 മണിക്കൂർ മുൻപ് ഈ അക്കൗണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്തു. ഈ ക്ലോസ് ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് മാത്രമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 34 കോടി രൂപയിലധികമുള്ള 34,45,46,000 രൂപ 1 മണിക്കൂർ മുൻപുള്ള കണക്കാണ്. കൃത്യമായി ഓഡിറ്റിംഗിന് വിധേയമാക്കി നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി മാസ്റ്ററുടെയും സുരേഷിന്റെയും ഗിരീഷിന്റെയും PMA സമീറിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഇത് ഓഡിറ്റിംഗിന് വിധേയമാക്കിയതിനു ശേഷം ഉള്ള 1 മണിക്കൂർ മുൻപ് മാത്രമുള്ള തുകയാണ്. അതിൽ കൂടുതൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ചുമയുടെ ഭാഗമായി പള്ളികളിൽ ഇതിനെ സംബന്ധിച്ച ധനസമാഹരണം ഉണ്ടായിരുന്നു. ആ തുകയൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇനി ഈ 34 കോടി രൂപ ലഭിച്ച വിവരം സൗദി എംബസി വഴി ഈ വാദിഭാഗത്തെ അറിയിക്കും. അറിയിച്ചതിന് ശേഷം കരാർ പ്രകാരമുള്ള തുക കൈമാറാനുള്ള സന്നദ്ധത അറിയിക്കും. അങ്ങനെയെങ്കിൽ ഇതാ അബ്ദുറഹീം മലയാളികളുടെ ആഗ്രഹം പോലെ ആ ഉമ്മയുടെ കണ്ണുനീരിന് ഫലമുണ്ടാകുന്ന നിമിഷമാണ്. അബ്ദുറഹീം തിരികെ വധശിക്ഷയിൽ നിന്ന് മോചിതനായി തിരികെ സാധാരണ ജീവിതത്തിലേക്ക് വരും. അബ്ദുറഹീം വൈകാതെ തന്നെ ജയിൽ മോചിതനായി തിരികെ വരുന്ന ഒരു നാളുണ്ടാകും. അതിന് ഇനി കുറഞ്ഞ കാത്തിരിപ്പ് മാത്രമാണ്. ഒരു മലയാളിക്ക് വേണ്ടി മലയാള സമൂഹം ഒന്നാകെ കൈകോർത്ത മലയാളികൾ മാത്രമല്ല, പ്രവാസി സുഹൃത്തുക്കൾ പറയുന്നത് ഇതിൽ മറ്റ് രാജ്യത്തുള്ളവർ പോലും, അതായത് ഇന്ത്യക്കാരെന്നോ അല്ലെങ്കിൽ മറ്റ് വിദേശികളെന്നോ ഇല്ലാതെ തന്നെ ഈ മലയാളി സുഹൃത്തുക്കൾ, പ്രവാസികൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പ്രവാസികളാണ്. ആ പ്രവാസി സുഹൃത്തുക്കൾ അവിടെ വിദേശത്ത് ഇത്തരമൊരു സഹായ അഭ്യർത്ഥന നടത്തിയപ്പോൾ എല്ലാ രാജ്യത്തുള്ള